എന്നാ എന്തിനാ ഇങ്ങനെ വെറുതെ ബഹളം വെക്കുന്നേ? എന്താ എന്റെ ഷർട്ട് തേച്ച് വെക്കാൻ? ആ ഒരു ദിവസം പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഷർട്ട് സ്ഥിരം ഇട്ടൂടാ. വേണമെങ്കിൽ സ്ഥിരം ഇട്ടിട്ട് പോ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. എടാ നീ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല? നിനക്ക് ഓഫീസിൽ പോണ്ടേ? ഞാൻ ഉച്ചക്ക് കഴിക്കുക. ഇന്നൊരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിക്കേ. എനിക്ക് തലവേദനയാന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് തന്നെയാ എന്റെ പണി. അബേ ഞാൻ ഓഫീസിൽ പോന്ന. ആ ശരി ശരി പോ. ഏയ് എന്താ നിന്റെ പ്രശ്നം? നീ എന്താ മുഖം ഇങ്ങനെ വെടുക്കാക്കിനി? പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഹാരം കാണുമോ? നിങ്ങൾക്ക് ഓഫീസല്ലേ വലുത്. പോ, ഓഫീസിലേക്ക് പോ. ഈ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവില്ല. ഇതും കണ്ടിട്ടാ പോണ്ട. നോക്ക്, ഈ വീട്ടിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവുക. എനിക്ക് ഓഫീസിലെല്ലാം പോണ്ടേ? അവിടെ ഒരു സമാധാനം വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ ഈ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങളിങ്ങനെ ചെയ്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവുക. നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ ഞാനിവിടെ നിൽക്കുന്നെന്നാ നിങ്ങളെ വിചാരം? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. 3 ദിവസം മുന്നേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ നീ റെഡിയായി നിൽക്കുന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡിയായി നിന്ന് നിങ്ങളെ വിളിച്ച്. അപ്പം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഓഫീസിൽ എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ മാറ്റി നിന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, നിങ്ങളിങ്ങോട്ട് വിളിക്കുന്നുമില്ല. എന്നിട്ട് നിങ്ങൾ വന്നതോ രാത്രി 10 മണിക്ക്. അബേ ഇതിനു മുമ്പ് ഇങ്ങനെ ആയിന? പെട്ടെന്ന് വർക്ക് വന്നത്, അതുകൊണ്ടല്ലേ വരാൻ പറ്റാഞ്ഞിന്. ശരി, അതെല്ലാം വിട്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിന്. നിങ്ങൾ അത് ഇതുവരെയായിട്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. എന്താ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വാട്സപ്പ് എടുത്ത് നോക്കിയിട്ടേ ഇല്ല? അതല്ല അബേ, ഫോൺ ചാർജിന് വെച്ചിരുന്നു, പിന്നെ മീറ്റിംഗ് ആയി, അതുകൊണ്ട് പിന്നെ ഫോൺ നോക്കാനേ പറ്റിയിട്ടില്ല. ഓഫീസിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നാൽ ഉടനെ ഓക്കെ സാർ, താങ്ക് യു സാർ എന്നിട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന കാണാമല്ലോ. ഞാൻ മെസ്സേജ് അയച്ചാൽ മാത്രം നിങ്ങൾക്ക് നോക്കാൻ സമയമില്ല. ഓഫീസിന്റെ തിരക്കിന്റെ ഇടയിൽ ഈ മൊബൈലിന് ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ടല്ലേ. ഇന്നലെ വരെ കഴിഞ്ഞതെല്ലാം പോട്ടെ റഫീക്ക. ഞാൻ നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ ബന്ധുക്കളെല്ലാം വിട്ടിട്ട് ഈ ബാംഗ്ലൂർ വന്ന് നിൽക്കുന്നു. അറിയാത്ത ഭാഷ, അറിയാത്ത ആൾക്കാർ. അപ്പം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയം എനിക്കും കൂടി വേണ്ടിയിട്ട് ചിലവാക്കണ്ടേ? നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾക്ക് ചായ വേണം, പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഡ്രസ്സ്, ഭക്ഷണം, അത് ഇത് എല്ലാ ദിവസവും ഞാൻ ഇത് തന്നെ ചെയ്യണം. ഞാൻ നിങ്ങളെ വേലക്കാരിയാ? ഞാനിങ്ങനെ എല്ലാവരും വിട്ട് വന്ന് നിങ്ങളെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു വിലയും ഇല്ല അല്ലേ? നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ല, നിന്നെ ദേഷ്യം പിടിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. നീ ഇങ്ങോട്ടേക്ക് ചിരിച്ച